കെണിയാണെന്നറിയാം, പണി നിന്റേതാണെന്നും. പക്ഷേ വിശപ്പിനേക്കാൾ വലുതല്ലല്ലോ മരണമെന്ന പവിത്രൻ തീക്കിനിയുടെ കവിതയുണ്ട്. ഒരു നഗരത്തെ വിശക്കാൻ വിടാതിരുന്ന നഗരത്തിന്റെ മേയറാണ് നാട്ടുവണ്ടി വോട്ട് യാത്രയിൽ നമ്മോടൊപ്പം ചേരുന്നത് കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ. അല്ലേട്ടാ, നമസ്കാരം. നമസ്കാരം. സംസാരിക്കുകയായിരുന്നു, വിശക്കുന്ന ആളുകളോട് സംസാരിക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ ഭാഷയാണ്. ഒരു നഗരത്തിനെ വിശക്കാതിരിക്കാൻ വിടുക, ഇവിടെ വരുന്ന മനുഷ്യന്മാർ വിശക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വിശക്കാതിരിക്കുകയല്ല, വിശക്കും മനുഷ്യന്, പക്ഷെ വിശപ്പ് രഹിതമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിശന്നിരുന്നത് കൊണ്ട് ആർക്കും പണമില്ലാത്തത് കൊണ്ട് വിശന്നിരിക്കരുത് എന്നുള്ളതാണ്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കേണ്ട കാര്യമില്ല. അവരെ അതിൽ നിന്നും രക്ഷിച്ച് നമ്മൾ ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. കുറച്ച് പെൺകുട്ടികൾക്ക് ഇത്രയും വലിയ സംരംഭങ്ങൾ നടത്താൻ പ്രാപ്തരാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഇനിയിപ്പോൾ ആരും പറയില്ല ഞാനാണ് ഇവരെ സഹായിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ ടൈമിൽ നിങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ 2-3 തവണ വന്നത്. ഞാനിങ്ങോട്ട് വരാറില്ല. ഞാൻ ഇവരുടെ ഒരു പ്രവർത്തനത്തിലും കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇൻവോൾവ് അല്ല. ഞാൻ അവർ ഒരു തരത്തിലും സഹായിക്കുന്നില്ല. അവർ സ്വന്തം നിലയിൽ നടത്തുകയാണ്. അതാണ് എൻ്റെ അഭിമാനം. അല്ലാതെ ഞാൻ തുടങ്ങി എന്നുള്ളതല്ല. എനിക്ക് എൻ്റെ എല്ലാ അഭിമാനവും രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം ശരിയാണെന്നുള്ളതിൻ്റെ തെളിവാണ് സമൃദ്ധിയുടെ വിജയം. അങ്ങനെ കണ്ടാൽ മതി. ഒരു കൊച്ചിക്കാരൻ എന്ന നിലയിൽ ഏറ്റവും ക്വിക്കായിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ കൊച്ചിയിൽ വന്ന ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, ഇത് ടച്ചിങ് സമൃദ്ധിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഇവിടുത്തെ ഒരു ചേട്ടൻ, ഇനി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് ശരിയല്ലെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ തോപ്പുംപടിയിലുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. അദ്ദേഹം 3 വർഷം എല്ലാ വാർഷികത്തിനും വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ വർഷം എന്താണെന്ന് മനസ്സിലായില്ല. കാരണം അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കും. ഒപ്പം അദ്ദേഹം 2 പാഴ്സൽ കൂടെ കൊണ്ടുപോകും. ഒന്ന് ഉച്ചയ്ക്ക് 3 പാഴ്സൽ ഭാര്യയുടെ ഭക്ഷണം, രാത്രി ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെയും പാഴ്സൽ. അപ്പോൾ സ്വാഭാവികമായി അതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് അങ്ങോട്ട് പോവാം, പിന്നെ വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഈ സഹോദരിമാർ 1 രൂപ അന്ന് തുടക്കുമ്പോൾ 10 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഉച്ചയ്ക്ക് മുതൽ ഇത് ഉണ്ട്. പക്ഷെ 10 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല, 20 രൂപ വാങ്ങിക്കുന്നില്ല. വൈകുന്നേരത്തെ ആൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്, അറിയാതെ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹമാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൈസ വാങ്ങിക്കാതെ, എനിക്കറിയില്ല കേട്ടോ, ഇവരോട് ചോദിക്കണം, പൈസ വാങ്ങിക്കാതെ അവരത് കച്ചവടം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കാര്യമല്ലല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം പണമുള്ള ആളുകളിൽ തന്നെ വയോജനങ്ങളായിട്ടുള്ള ആളുകൾ വീട്ടിലിരിക്കുന്നവർക്ക് ഭക്ഷണം ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ കുറേ വണ്ടികൾ ഇവർക്ക് പല ഏജൻസികളിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അതവർക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ നിൽക്കാം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരും നമ്മുടെ നഗരത്തിൽ വിശന്നിരിക്കാതിരിക്കാൻ. ഇതിപ്പോൾ 3 എണ്ണം ഉണ്ട്, ഒരു 7 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ആരും വിശന്നിരിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊരു ടച്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ സംഭവിക്കും. എന്താ വാവച്ചൻ ചേട്ടാ? ഇങ്ങനെ പിന്നെ അഭിമുഖം ഇങ്ങനെ പറഞ്ഞു വരുന്നു. അപ്പൊ അത് കണ്ടിങ്ങനെ നിന്നേന് ഞാൻ. ശരി. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ നിത്യം ഞാനോ സാറിന്റെ അനുഗ്രഹം കൊണ്ടാ ഞാൻ ജീവിച്ചു പോകുന്നത്. 4 തവണ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ആ സേവനം അതെനിക്ക് കിട്ടുന്നുണ്ട്, എപ്പോഴും കിട്ടുന്നുണ്ട്. അതായത് പിന്നെ ഇവിടെ തുടങ്ങിയ നാൾ മുതൽ ഞാനിവിടെ വന്ന് ഇവിടുത്തെ ആഹാരം കഴിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ വയസ്സായി, എനിക്കിപ്പോൾ പണിയെടുക്കാനൊന്നും വയ്യ. ആ ഒരു കാര്യം ഞാൻ ശിവ മാഡത്തിനോട് പറഞ്ഞപ്പോൾ ആ ശിവ മാഡമാണ് സാറിനോട് ഇങ്ങനെ ഇങ്ങനെ ഒരാൾ വല്ലാതെ കുടുംബപരമായിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ സാരമില്ല, പുള്ളിക്ക് എന്താ സഹായം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്യാം. ആഹാരമാണെങ്കിൽ അന്ന് കഴിച്ചു പോകാൻ പറ എന്ന് എന്നോട് പറഞ്ഞു. ഇപ്പം ഞാൻ വന്നിടത്തോളം എത്ര ആൾക്കാർ അന്ന് തുടങ്ങിയപ്പം ഏതാണ്ട് 14 പേരെങ്ങാണ്ട് ഉള്ളു ഈ കുടുംബശ്രീയിൽ. ഇപ്പം എത്ര ജോലിക്കാർ, എത്രയോ ആൾക്കാർ വന്നിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം ഞാൻ ലൈവായിട്ട് കാണുന്ന കാഴ്ചയാണ് ഡെയിലി. അപ്പം നല്ല ഫുഡ്,
നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് സാർ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ലോകത്ത് ഒരിടത്തും ഇതുപോലെ ഞാൻ ആദ്യം ഇടംപ്രഥമമായാണ് ഞാനിത് കാണുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. അദ്ദേഹത്തെ നമ്മൾ നാട്ടുകാരും മറ്റുള്ള എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഓക്കെ ഓക്കെ. അത് ഭയങ്കര സംഭവമായി പോയി. ആരും ഇതുവരെ ഈ ഫ്രെയിമിൽ വാവച്ചേട്ടൻ ആദ്യമായിട്ടാണ് വന്നത്. എല്ലാവരും ഞാൻ പ്രസംഗിച്ചൊക്കെ പലപ്പോഴും കേൾക്കുന്നതല്ലാതെ ഇങ്ങനെ ഒരാളെ ഞാൻ തന്നെ അദ്ദേഹത്തെ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല.